Hi all, welcome to ONCE. 5th semester BTech Civil Engineering, elective subject Disaster Management called PECET 524. അതിൽ ഫസ്റ്റ് മോഡ്യൂളിലെ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഹസാർഡ് എന്താണ്, ഡിസാസ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഹസാർഡ് ആയാലും ഡിസാസ്റ്റർ ആയാലും ആക്ച്വലി കോമൺ ടേം ആണ്. ദറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡാമേജ് ഓഫ് തിങ്. മേ ബി ദാറ്റ് ഈസ് പ്രോപ്പർട്ടി ആവാം, ലോസ് ഓഫ് ലൈഫ് ആവാം, എക്കോളജിക്കൽ ബാലൻസ് ആവാം. എന്ത് ഡിസ്ട്രക്ഷനെയും നമ്മൾ ഹസാർഡ് എന്നും ഡിസാസ്റ്റർ എന്നും പറയും. പക്ഷെ അതെങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതിലാണ് ഡിഫറൻസ് വരിക. സോ ഹസാർഡ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യലി ഡാമേജിങ് ഓർ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ കോസ് ഇഞ്ചുറി, ലോസ് ഓഫ് ലൈഫ്, ഡാമേജ് ടു പ്രോപ്പർട്ടി, എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ഡിസ്റപ്ഷൻ ഓഫ് എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇതെല്ലാം നശിച്ചു പോവുക, അതാണ് ഹസാർഡ്സ് എന്ന് പറയും. ബട്ട് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഡിസാസ്റ്റർ ഒക്കേഴ്സ് വെൻ എ ഹസാർഡ് എഫക്ട്സ് എ വൾണറബിൾ കമ്മ്യൂണിറ്റി. അപ്പോൾ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു കൊളാപ്സ് ഓഫ് ബിൽഡിംഗ്. അപ്പൊ ആ ഒരു കൊളാപ്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആ കൊളാപ്സ് ഓഫ് ബിൽഡിംഗ് കൊണ്ട് ആ ബിൽഡിംഗ് നശിക്കുന്നു, ബിൽഡിംഗ് മെറ്റീരിയൽ ലോസ് ആവുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ, അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ ഡാമേജ് എല്ലാം, ഇതെല്ലാം അപ്പൊ നമുക്കതൊരു ഒരു ഹസാർഡാന്ന് പറയാം. പക്ഷെ ഡിസാസ്റ്ററിലേക്ക് വരുമ്പോൾ ഈ ഹസാർഡ് തന്നെ എക്സ്റ്റെൻഡ് ആകുന്നതെന്നാണ് നമ്മുടെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു വലിയ ഏരിയനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയും. ലൈക്ക് നമുക്കൊരു എർത്ത് ക്വീക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ റീജിയനിലാണ് ഉണ്ടാവുക. ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ എന്ന് പറയുമ്പോൾ അതൊരു എൻറ്റയർ പോർഷൻ എഫക്റ്റ് ചെയ്യും. ഒത്തിരി ആളുകൾക്ക് ഡാമേജ്, ഒത്തിരി മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവാം, ഒത്തിരി ഇഞ്ചുറീസ് ഉണ്ടാവാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഡിസാസ്റ്റർ എന്ന് പറയും. സോ ഡിസാസ്റ്റർ occurs when a hazard affects a vulnerable community and exceeds its ability to cope using available resources. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ സീരിയസ് ഡിസ്ട്രപ്ഷൻ ഓഫ് ഫങ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ഇൻവോൾവിംഗ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, material, economic or environmental losses and impacts which exceeds the ability of affected community. Then എന്താണ് റിലേഷൻഷിപ്പ് ഹസാർഡിന്റെ ഡിസാസ്റ്ററിന്റെയും? ഹസാർഡ് പ്ലസ് വൾണറബിലിറ്റി പ്ലസ് എക്സ്പോഷറിനെ നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയും. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഹസാർഡ്, വൾണറബിലിറ്റി, എക്സ്പോഷർ. ഹസാർഡ് എലോണിനെ നമുക്ക് ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഹസാർഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇറ്റ് ബിക്കംസ് എ ഡിസാസ്റ്റർ ഓൺലി വെൻ വൾണറബിൾ പീപ്പിൾ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഒത്തിരി ആളുകളും ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. എക്സാമ്പിള്, ഒരു ഓഷന്റെ മുകളിൽ സൈക്ലോൺ വരികയാണ്. അത് ആ ഒരു ഓഷന് മാത്രം, ആ ഒരു ഇതിൽ മാത്രമാണ് എഫക്റ്റ് ചെയ്യുള്ളൂ, അതിന് ഹസാർഡ് മാത്രമാണ്. പക്ഷേ ഈ പറയുന്ന സൈക്ലോൺ കോസ്റ്റൽ സിറ്റീനെ എഫക്റ്റ് ചെയ്യുകയാണ്. തീരത്തേക്ക് വരികയാണ്. കടലിന്റെ ഉള്ളിൽ നിന്ന് അത് തീരത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒത്തിരി പ്രോപ്പർട്ടീസ്, ഡാമേജസ്, ഹ്യൂമൻ ലൈഫ്, അതേഴ്സ് ലൈഫ് ഒക്കെ എഫക്റ്റ് ആവുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയും. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഈവന്റ്, പ്രോസസ്, ഫിനോമിനോൺ ഓർ ഹ്യൂമൻ ആക്ടിവിറ്റി ദാറ്റ് മേ കോസ് ലോസ് ഓഫ് ലൈഫ്, ഇഞ്ചുറി, പ്രോപ്പർട്ടി ഡാമേജ് ആൻഡ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. അതാണ് ഹസാർഡ്. ഹസാർഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇതിന് പൊട്ടൻഷ്യൽ ടു കോസ് ഡാമേജ് ഉണ്ടാക്കും ഹസാർഡ്സ്. നാച്ചുറൽ ആകാം, ഹ്യൂമൻ മെയ്ഡ് ആകാം, സഡൻ ഓർ ഗ്രാജുവൽ ആവാം. ദെൻ ഇത് എപ്പോഴും പ്രിവെന്റഡ് ആയിരിക്കില്ല. ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രിപ്പയർഡ്നെസ്. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്യണോ അത്രയും നമുക്ക് ഹസാർഡ് കുറയ്ക്കാം. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എർത്ത് ക്വീക്ക്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷൻ, കെമിക്കൽ ലീക്കേജ്, പാൻഡമിക്, ഇതൊക്കെയാണ് ഹസാർഡിന്റെ എക്സാമ്പിൾ. ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ എന്താ? ഡിസാസ്റ്റർ ഇസ് ദ റിയലൈസേഷൻ ഓഫ് എ ഹസാർഡ് റിസൾട്ടിങ് ഇൻ സിവിയർ ഡാമേജ് ആൻഡ് ഡിസ്റപ്ഷൻ ബിയോണ്ട് ദി കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദി അഫക്റ്റഡ് കമ്മ്യൂണിറ്റി. ഒരു അഫക്റ്റഡ് കമ്മ്യൂണിറ്റിയുടെ കോപ്പിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഡാമേജ് വരുമ്പോഴാണ് അതിനെ ഡിസാസ്റ്റർ എന്ന് പറയും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ?
ഡെത്ത്സ് ഉണ്ടാവും, ഇഞ്ചുറീസ് ഉണ്ടാകും, ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ആവും, സർവീസസ് ഇൻട്രപ്റ്റ് ആവും, എക്കണോമിക് ലോസസ് ഉണ്ടാവും, എമർജൻസി റെസ്പോൺസസ്. ദെൻ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? ഹെവി റെയിൻഫോള് ഡിസാസ്റ്റർ ആവുന്ന എപ്പോഴാണ്? ഹൗസസ് കൊളാപ്സ് ആവുമ്പോൾ, റോഡുകളൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ, ഇലക്ട്രിസിറ്റി അവിടുത്തെ ഫെയിൽ ആവുമ്പോൾ, പീപ്പിൾ ഡൈ ചെയ്യുമ്പോൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. എന്തൊക്കെയാണ് ഹസാർഡ്സിനും ഡിസാസ്റ്ററിന്റെയും ക്ലാസിഫിക്കേഷൻ? നാച്ചുറൽ ഹസാർഡ് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നാച്ചുറൽ പ്രോസസ്സിൽ കൂടെയാണ് നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ടാവുക. ലൈക്ക് ജിയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എർത്ത് ക്വേക്ക്, വോൾക്കാനോ, സുനാമി, ലാൻഡ് സ്ലൈഡ്സ്, ഇതെല്ലാം കാരണമായിരിക്കും. ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ അപ്പം ഈ നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഹസാർഡ്സ്. ഈ നാച്ചുറൽ ഹസാർഡ്സിൽ തന്നെ ജിയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. ജിയോളജിക്കൽ ഫോർമേഷൻ, ജിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഹസാർഡ്സ്. ലൈക്ക് എർത്ത് ക്വേക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? ഈ എർത്തിന്റെ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്, മേ ബി അത് കൺവേർജ് ചെയ്യാം, ഡൈവേർജ് ചെയ്യാം, ഇങ്ങനെയുള്ള പ്രോസസ്സ് കൊണ്ട്, അതാണ് എർത്ത് ക്വേക്ക്. അപ്പൊ അത് ജിയോളജിക്കൽ കണ്ടീഷൻ കൊണ്ടാണ്. വോൾക്കാനോസ് അല്ലെ, വോൾക്കാനോസ് ഇറപ്റ്റ് ആവുന്നത് അത് എർത്തിന്റെ ജിയോളജിക്കൽ മാറ്റർ മാത്രമാണ്. ദെൻ സുനാമി ഈസ് ആക്ച്വലി കോസ് ചെയ്യുന്ന എന്താ? ഈ ഓഷൻസിന്റെ അണ്ടറിൽ അടിയിൽ എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോഴാണ് സുനാമി. ഇപ്പൊ ലാർജ് വേവ്സ് ആയിട്ട് വരും. ഇതും ജിയോളജിക്കൽ ഫാക്ടർ കൊണ്ടുള്ള ഹസാർഡാണ്. ലാൻഡ് സ്ലൈഡ്സ് അതായത് മണ്ണിങ്ങനെ ഇടിച്ചില് മലയുടെയൊക്കെ മുകളിൽ നിന്ന്, അതും എന്താണ്? നാച്ചുറൽ ഹസാർഡ്സ് ആയിട്ട് വരുന്നതാണ്, ജിയോളജിക്കൽ റീസൺ കൊണ്ടാണ്. ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാ? വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് കാരണം, വെള്ളപ്പൊക്കം, ഫ്ലാഷ് ഫ്ലഡുകൾ, പെട്ടെന്നുള്ള ഫ്ലാഷ് ഫ്ലഡ്, അവലാഞ്ചസ്, ഇതെല്ലാം എന്താണ്? വാട്ടർ ബോഡീസുമായിട്ട് ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് ആണ്. വാട്ടർ കൊണ്ടുള്ള ഹസാർഡ്സ് സംഭവിക്കുന്നത്. ദെൻ മെട്രോളജിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാ? മെട്രോളജിക്കൽ റീസൺസ്, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിലുള്ള വേരിയേഷൻ, സൈക്ലോൺസ്, വെതർ ചേഞ്ച് അല്ലെ, സൈക്ലോണുകൾ, ചുഴലിക്കാറ്റ്, ടൊർണാഡോസ്, തണ്ടർ സ്റ്റോംസ്, ഇടിവെട്ട്, മഴ, ദെൻ ഹീറ്റ് വേവ്സ്, സൂര്യതാപം പോലെയുള്ള ഭയങ്കര ചൂട് കൂടിയ ഹീറ്റ് വേവ്സ്, കോൾഡ് വേവ്സ്, ഇതെല്ലാം മെട്രോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടുള്ള ഹസാർഡ്സ് ആണ്. ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഡ്രോട്ട്, വരൾച്ച, ഫോറസ്റ്റ് ഫയർ, ഡെസേർട്ടിഫിക്കേഷൻ, ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള ഹസാർഡ്. ദെൻ ബയോളജിക്കൽ ഹസാർഡിൽ എന്തൊക്കെയാ വരുന്നത്? പാൻഡമിക്സ്, എപ്പിഡമിക്സ്, പെസ്റ്റ് അറ്റാക്ക്, ആനിമൽ ഡിസീസസ്, ഇതെല്ലാം ബയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. ബയോളജിക്കലി, അതായത് COVID-19 പോലെയുള്ള അല്ലെ പാൻഡമിക്സ്, അല്ലെങ്കിൽ എന്താ പറയാ, അതുപോലെയുള്ള വൈറൽ, ബാക്ടീരിയൽ സ്പ്രെഡിങ് ഒക്കെ ഉണ്ടാവുമല്ലോ അസുഖങ്ങൾ, ഹെപ്പറ്റൈറ്റിസ്, H1N1, അങ്ങനെയുള്ള പാൻഡമിക്സ് കൊണ്ടുള്ള ഹസാർഡ്സ്, എപ്പിഡമിക്സുകൾ, പെസ്റ്റ് അറ്റാക്ക്, ലൈക്ക് ചില പെസ്റ്റുകൾ ചിലയിടത്ത്, ഇപ്പൊ ഈവൻ നമുക്ക് മോസ്കിറ്റോ ബൈറ്റ്സ് തന്നെ, മോസ്കിറ്റോസ് കൂടുതലായി വരുമ്പോൾ അത് പെസ്റ്റ് അറ്റാക്ക് എന്ന് പറയാം. അല്ലാതെ തന്നെ നമ്മൾ കൃഷി നശിപ്പിക്കുന്ന പെസ്റ്റുകളൊക്കെ, അതിൻ്റെയൊക്കെ കീടങ്ങൾ അത് കൂടുക, അതിൻ്റെ അറ്റാക്സ്, ആനിമൽ ഡിസീസസ് ലൈക്ക് പക്ഷിപ്പനിയൊക്കെ പോലെ വരില്ലേ, H1N1 ഒക്കെ വരില്ലേ, ഇതൊക്കെ നമുക്ക് ബയോളജിക്കൽ ഹസാർഡ്സ് ആണെന്ന് പറയും. ദെൻ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്, അതായത് ആന്ത്രോപോജനിക് ഹസാർഡ്സ് ഉണ്ട്. ഹ്യൂമൻ കാരണമുള്ള, നാച്ചുറൽ അല്ലാതെ ഹ്യൂമൻ കാരണമുള്ള ഹസാർഡ്സ് എന്തൊക്കെയാണത്? കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്, ഇല്ല, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷൻസ് വരാം, ഗ്യാസ് ലീക്കേജസ് വരാം, ഓയിൽ സ്പിൽസ് സംഭവിക്കാം, കെമിക്കൽ എക്സ്പ്ലോഷൻസ് ഉണ്ടാവാം, ന്യൂക്ലിയർ ആക്സിഡൻസ്, ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻസ്, റോഡ് ആക്സിഡൻസ് പോലെ. ദെൻ എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഉണ്ടാവാം, ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, വാട്ടർ കണ്ടാമിനേഷൻ, ഇതെല്ലാം എൻവയോൺമെന്റൽ ഹസാർഡ്സിൽ വരുന്നതാണ്. ക്ലൈമറ്റിന്റെ ചേഞ്ച്, പൊല്യൂഷൻ, ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, വാട്ടർ കണ്ടാമിനേഷൻ, ഇതെല്ലാം. Okay, so this is all about what is the difference between the hazard and the disaster. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഹസാർഡ് എന്താണ്, ഡിസാസ്റ്റർ എന്താണ്, അതിൻ്റെ ബിഹേവിയർ എന്താണ്, ഹസാർഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.